ഇൻഡിഗോ പ്രതിസന്ധിയിൽ സിഇഒയായ പീറ്റർ എൽബേഴ്സന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. DGCയാണ് നോട്ടീസ് നൽകിയത്. നോട്ടീസിൽ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. 1937 എയർക്രാഫ്റ്റ് റൂളുകളിലെയും പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയ പരിധിയിലെയും വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതുവരെയുള്ള പ്രതിസന്ധി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കണ്ടതാണ്. ഇന്നും സമാനമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. അതിനിടയിലാണ് ഇങ്ങനെയുള്ള നിയമ നടപടികൾ കൂടി പോകുന്നത്. എന്താണ് അറിയുന്നത്? പൂജ, കൃത്യമായിട്ടുള്ള മറുപടി ഇൻഡിഗോയുടെ CEO പീറ്റർ എൽബേഴ്സ് നൽകണം. അത് നൽകിയില്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് DGCയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രമുഖദൃഷ്ട്യാ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ FDTL നോംസിനെ എല്ലാം, ആ വ്യവസ്ഥകളെല്ലാം തന്നെ ഇൻഡിഗോ പഴിചാരി കുറ്റം പറഞ്ഞെങ്കിൽ പോലും അതനുസരിച്ച് ഡ്യൂട്ടി ടൈമിങ്ങിൽ മാറ്റം വരുത്താനും കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് നടത്താനും മേൽനോട്ടം വഹിക്കാനും പ്രവർത്തനങ്ങൾ ചട്ടപ്പെടുത്താനും എല്ലാം തന്നെ വലിയ തോതിൽ വീഴ്ച സംഭവിച്ചത് ഇൻഡിഗോയുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നത് യാത്രക്കാരാണ്. യാത്രക്കാരോട് കൃത്യമായിട്ട് തന്നെ വിമാനങ്ങൾ വൈകുന്നതിനെ സംബന്ധിച്ചോ റദ്ദാക്കുന്നതിനെ സംബന്ധിച്ചോ റീഫണ്ടുകളെ സംബന്ധിച്ചോ ഒന്നും തന്നെ ആശയവിനിമയം നടത്തിയില്ല. എല്ലാത്തിനും മറുപടി മൗനമായിരുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇന്നലെ രാത്രിയോടെ ഈ ഷോക്കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് CEO ആയിട്ടുള്ള പീറ്റർ എൽബേഴ്സിനും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ മേധാവിക്കും നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറാണ് സമയം നൽകിയത്. അതായത് ഇന്ന് രാത്രിക്കകം തന്നെ മറുപടി നൽകണം ഇൻഡിഗോ, അതല്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 4 അംഗ സമിതി ഇൻഡിഗോയുടെ പ്രതിസന്ധി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 15 ദിവസത്തിനകമാണ് അവർ ആ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഇതിലും ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണ് ഉള്ളത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്നും വിമാനങ്ങൾ വൈകുന്നുണ്ട്, പല വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര തീവ്രത ഉണ്ടാകില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ ഇൻഡിഗോ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് അടുത്ത 2 ദിവസത്തിനകം തന്നെ, ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഇൻഡിഗോയുമായിട്ട് വ്യോമയാന മന്ത്രാലയം ഒരു യോഗം ചേർത്തിരുന്നു. ആ യോഗത്തിൽ 2 ദിവസത്തെ ഡെഡ് ലൈനാണ് നൽകിയിരിക്കുന്നത്. അതായത് എല്ലാ ഈ സർവീസുകളും ഇപ്പോൾ ഈ FDTLന്റെ പുതിയ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പിൻവലിച്ചു, പ്രശ്നങ്ങളെല്ലാം ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് 2 ദിവസത്തിനകം എല്ലാ സർവീസുകളും പഴയ പോലെ ആക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്ത്യശാസ്ത്രം നൽകിയിരുന്നു. ആ അന്ത്യശാസ്ത്രം തീരുന്ന ദിവസമാണ് നാളേക്കകം തന്നെ എല്ലാ സർവീസുകളും പഴയ പോലെ തന്നെ പുനഃക്രമീകരിക്കണം, കൃത്യമായി നടത്തണമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ 850 സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. ഇന്നും അത് തുടരും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്രയും തീവ്രത ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, ഇന്ന് രാത്രി 7 മണിക്കകം തന്നെ ഇൻഡിഗോ എല്ലാ യാത്രക്കാർക്കും റീഫണ്ടുകൾ മടക്കി ഈ പണം റദ്ദാക്കിയ ടിക്കറ്റുകളുടെ പണം മടക്കി നൽകണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്ത്യശാസ്ത്രം ഡെഡ് ലൈൻ നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രിക്കകം തന്നെ പൂർത്തിയാക്കണം.